ആരോഗ്യമേഖലയിൽ ഭാരതം വൻ കുതിച്ചുചാട്ടം നടത്തിയെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. 2014 രാജ്യത്ത് 387 മെഡിക്കൽ കോളേജുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. മോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷം മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 780 ഉയർന്നു. എല്ലാവർക്കും മികച്ച ചികിത്സ ഉറപ്പാക്കുകയാണ് BJP സർക്കാരിന്റെ നയമെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ലക്നൌവിൽ പൊതുപരിപാടിയിൽ സംസാരിക്കവെയാണ് ആരോഗ്യമേഖലയിൽ രാജ്യം കൈവരിച്ച പുരോഗതി സംബന്ധിച്ചും സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എടുത്തു പറഞ്ഞത്. 2014 രാജ്യത്താകെ 387 മെഡിക്കൽ കോളേജുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. മോദി സർക്കാർ അധികാരത്തിലേറി 10 വർഷം കൊണ്ട് മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 780 ഉയർന്നു. എയിംസ് മുതൽ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ വരെയുള്ള ആശുപത്രികളിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. സാധാരണക്കാരിൽ സാധാരണക്കാർക്കും മികച്ച ചികിത്സ ഉറപ്പാക്കണമെന്നാണ് BJP സർക്കാരിന്റെ നയമെന്നും അദ്ദേഹം പറഞ്ഞു. 22 एम्स, जहां पहले केवल एक एम्स जो दिल्ली में हुआ करता था, अब हमारी सरकार आने के बाद मोदी जी के नेतृत्व में 22 एम्स के निर्माण को स्वीकृति दी गई थी। उनमें से आपको जानकर खुशी होगी कि भारत के अंदर 12 से ज्यादा नए एम्स बनकर तैयार हो गए हैं और 4 का काम वही चल रहा है। 2014 में जहां पर 387 मेडिकल कॉलेज थे भारत में, वहीं आज आपको जानकर खुशी होगी कि उनकी संख्या बढ़कर 780 हो गई है. അത്യാധുനിക ചികിത്സാ രീതികളും ഉപകരണങ്ങളും ഇന്ന് രാജ്യത്തെ ആശുപത്രികളിൽ ലഭ്യമാണ്. എയിംസ് ആശുപത്രികളുടെ എണ്ണം വർദ്ധിപ്പിക്കാനായെന്നും കഴിഞ്ഞ 10 വർഷം കൊണ്ട് വിപ്ലവകരമായ മാറ്റമാണ് രാജ്യത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായതെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഉത്തർപ്രദേശ് ഉൾപ്പെടെ BJPയുടെ ഡബിൾ എഞ്ചിൻ സർക്കാർ ഭരണം നടത്തുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരം മാറ്റങ്ങൾ കൂടുതൽ പ്രകടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനം, ഡൽഹി.